വർഷങ്ങളോളം ബീന സണ്ണി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ ഐഡിയിൽ നിന്ന് സഖാക്കളെ പൊക്കിക്കൊണ്ടും കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയുമൊക്കെ സൈബർ ആക്രമണം അഴിച്ചുവിട്ടയാൾ ബീന സണ്ണിയല്ല, ഉണ്ണി ഗോപാലകൃഷ്ണനാണ്, ഒരു സഖാവാണ് എന്ന് വെളിപ്പെടുത്തിയതിന് പിന്നാലെ കേൾക്കുന്നത് തിരുവനന്തപുരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നതാണ്. മലപ്പുറം മേലാറ്റൂർ പുല്ലുക്കൊത്ത് വാരിക്കോട്ടിൽ ഉണ്ണി ഗോപാലകൃഷ്ണനാണ് ഇപ്പോൾ ഫേസ്ബുക്ക് ഐഡിയിലെ ഫേക്ക് ഐഡി താനാണെന്ന് വെളിപ്പെടുത്തിയതിന് പിന്നാലെ തിരുവനന്തപുരത്ത് തൂങ്ങി മരിച്ചു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് ഇന്നലെയാണ് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 3-ാം പുത്തൻ തെരുവിലെ വാടക വീട്ടിൽ മൃതദേഹം കണ്ടെത്തുന്നത്. അതേസമയം ഇദ്ദേഹത്തിന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചില ദുരൂഹതകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചില സംശയങ്ങളൊക്കെ സോഷ്യൽ മീഡിയ പങ്കുവയ്ക്കുകയാണ്. ഇത്രയും വർഷക്കാലം ഇദ്ദേഹം സ്വന്തം ഐഡി വെളിപ്പെടുത്താതെ നാട്ടിലെ അഴിമതിയും മറ്റും പറയാൻ എന്തിന് മറ്റൊരു ഫേക്ക് ഐഡി ബീന സണ്ണി എന്ന പേരിൽ തിരഞ്ഞെടുത്തു? ഈ ഫേസ്ബുക്ക് ഐഡി വഴി ഉപയോഗിച്ച് രാഗി മിനുക്കിയ ആയുധം അല്ലെങ്കിൽ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് എന്തിന് ഇയാൾ സൈബർ ആക്രമണം മറ്റുള്ളവർക്ക് നേരെ നടത്തി? ഇപ്പോൾ ഇയാളാണ് ബീന സണ്ണി അല്ലെങ്കിൽ ഉണ്ണി ഗോപാലകൃഷ്ണൻ എന്ന് മനസ്സിലാക്കിയവർ അദ്ദേഹത്തെ കൊണ്ട് സ്വയം വെളിപ്പെടുത്തൽ ഫേസ്ബുക്കിൽ നടത്തിച്ചതിന് പിന്നാലെ അദ്ദേഹത്തെ തീർത്തു കളഞ്ഞതോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തിയതോ മറ്റുമായിരിക്കുമോ അദ്ദേഹത്തിന്റെ ഈ തൂങ്ങി മരണം എന്നും ചോദ്യമാകുന്നു. ഒരു പത്രത്തിൽ കുറച്ചുകാലം പരസ്യ വിഭാഗത്തിൽ അദ്ദേഹം താൽക്കാലിക ജീവനക്കാരനായി ജോലി നോക്കിയിരുന്നു. ഫേസ്ബുക്കിൽ ഏറെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ബീന സണ്ണി എന്ന ഫേസ്ബുക്ക് ഐഡി തന്റേതാണെന്ന് വെളിപ്പെടുത്തി ഒരു ദിവസത്തിന് പിന്നാലെയാണ് ഉണ്ണി ഗോപാലകൃഷ്ണനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഫേസ്ബുക്കിലെ ഇടത് പ്രൊഫൈൽ എന്ന നിലയിൽ സജീവമായിരുന്നു ഈ ഐഡി. ഇതിലെ ഉള്ളടക്കത്തിനെതിരെ ഇക്കഴിഞ്ഞ 3 വർഷത്തിനിടെ നിരവധി പേരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ 4 വർഷമായി തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത് കുടുംബശ്രീയുടെ ജ്യൂസ് കടയിൽ ജീവനക്കാരനായി ഇദ്ദേഹം ജോലി നോക്കിയിരുന്നു. ആത്മഹത്യ എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം. ഫോർട്ട് പോലീസ് സംഭവത്തിൽ കേസെടുത്തിരിക്കുകയാണ്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം ബീന സണ്ണി എന്നത് ഫേക്ക് ഐഡി ആണെന്നും യഥാർത്ഥ പേര് ഉണ്ണികൃഷ്ണനാണെന്ന് തിരിച്ചറിഞ്ഞതിന്റെയും അദ്ദേഹത്തിന്റെ തൂങ്ങിയ മരണവുമെല്ലാം ഇപ്പോൾ ഏറെ ഞെട്ടലോടെ നോക്കിക്കാണുകയാണ് സൈബർ ലോകം. നിരവധി പേരാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നത്. ചില പ്രതികരണങ്ങൾ ഇങ്ങനെയാണ്: എന്തൊരു കഷ്ടമാണ്, നേതാക്കളുടെയും കോടികളുടെയും അഴിമതിയും പാർട്ടിയുടെ ഗുണ്ടായുസവും ബീന സണ്ണി എന്ന ഫേക്ക് പേജിലൂടെ ന്യായീകരിച്ച UDF നേതാക്കളെ താറടിച്ച മനുഷ്യനാണ്. UDFുകാർ ഇത് ഉണ്ണിയാണെന്ന് പറഞ്ഞപ്പോൾ സഖാക്കൾ വീറോടെ ചെറുത്തിരുന്നു. ഇതുപോലുള്ള പട്ടിണി പാവങ്ങളാണ് നേതാക്കളെ ന്യായീകരിക്കുന്നത്, ആദരാഞ്ജലികളെന്നാണ് മറ്റൊരു പോസ്റ്റ്. മറ്റൊന്ന് ഇങ്ങനെയാണ്: ബീന സണ്ണി എന്ന ഫേക്ക് ഐഡിയിലൂടെ കോൺഗ്രസിനെതിരെ, കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ അപവാദങ്ങൾ പടച്ചുവിടുന്ന ഒരു ഫേക്കിന്റെ അന്ത്യം ഇങ്ങനെയായിപ്പോയി, ആദരാഞ്ജലികൾ. ഉണ്ണി ഗോപാലകൃഷ്ണൻ, ബീന സണ്ണി രണ്ടുപേരും ഒരാൾ തന്നെയായിരുന്നു. FB ഫ്രണ്ടായിരുന്നു. കൃത്യമായി ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്ന ഐഡിയ ആയതുകൊണ്ട് ഇഷ്ടമായിരുന്നു. പെട്ടെന്നൊരാൾ സ്വയം ഇല്ലാതാകുന്നു എന്തെന്നറിയാതെ ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും പ്രിയ സഖാവെ മറക്കില്ല, ആദരാഞ്ജലികൾ. നിർവികാരമായി മരണമെഴുതി കടന്നുപോയൊരാൾ. നേരിട്ട് പരിചയമില്ലെങ്കിലും ബീന സണ്ണി എന്ന ഐഡിയിലൂടെ ഏറെ പരിചയമായിരുന്നു. വിടവാങ്ങൽ ഏറെ അവിശ്വസനീയം. സമൂഹ മാധ്യമത്തിൽ തുടങ്ങിയ കാലം മുതൽ ഫോളോ ചെയ്യുന്ന ഐഡി. നിങ്ങളെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ മാനസികമായും ഭൗതികമായും നേരിടുന്നുണ്ടായിരുന്നുവെന്ന് അവസാന ചില പോസ്റ്റുകൾ കണ്ടപ്പോൾ അന്നേ തോന്നിയിരുന്നു. പ്രിയപ്പെട്ട സഖാവെ വിട, ആദരാഞ്ജലികൾ, റെഡ് സല്യൂട്ട് ഉണ്ണികൃഷ്ണൻ. ഇനി മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ്: എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ടായിരുന്നു ബീന സണ്ണി. CPMന്റെ ഇരട്ടത്താപ്പ് പോസ്റ്റുകൾ ഇട്ടപ്പോൾ അൺഫ്രണ്ട് ചെയ്തുപോയി, ആദരാഞ്ജലികൾ. വല്ലാത്ത ഞെട്ടലായിപ്പോയി. ബീന സണ്ണി എന്ന ഫേക്ക് ഐഡിയിലൂടെ കടുത്ത രാഷ്ട്രീയം പറഞ്ഞിരുന്ന ഉണ്ണി ഗോപാലകൃഷ്ണൻ ജീവിതം അവസാനിപ്പിച്ചുവെന്ന്. ബീന സണ്ണിയെ ഫേസ്ബുക്കിലൂടെ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഒരു ദിവസം മെസ്സഞ്ചറിലൂടെ ബീന സണ്ണി തന്നെയാണ് എനിക്ക് ഉണ്ണികൃഷ്ണനെ പരിചയപ്പെടുത്തിയത്. അയാളെ എനിക്ക് നേരിട്ട് അറിയാമായിരുന്നില്ല. ഒരിടത്തൊരു ജോലിയുടെ ഒഴിവുണ്ടെന്ന് അവിടേക്ക് ഇദ്ദേഹത്തെ റെക്കമെൻഡ് ചെയ്താൽ ആ സ്ഥാനം ഇയാളും ഒരുപോലെ രക്ഷപ്പെടുമെന്നായിരുന്നു പറഞ്ഞത്. അതിനുള്ള ബന്ധമൊന്നുമില്ലാത്തതിനാൽ നോക്കാമെന്ന് പറഞ്ഞൊഴിഞ്ഞു. പിന്നീട് ബീന സണ്ണി കളം നിറഞ്ഞ മറ്റൊരു വിവാദ സമയത്ത് ചില മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ണി ഗോപാലകൃഷ്ണനാണ് ബീന സണ്ണി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ റെക്കമെൻഡേഷനെ പറ്റി ഓർത്തത്. ബീന സണ്ണി അന്ന് ഇത് നിങ്ങളാണോ എന്ന് ചോദിച്ചപ്പോൾ മറുപടിയൊന്നും തന്നില്ല. കുറച്ചു ദിവസം മുൻപ് വരെ പോസ്റ്റുകളിൽ റിയാക്ഷനുമായി വന്നിരുന്നു. ഇപ്പോഴറിയുന്നു ആൾ ഐഡന്റിറ്റി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നുവെന്ന്. ആ പോസ്റ്റ് കണ്ടില്ല. എന്തായാലും നടുക്കുന്ന, വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയായിപ്പോയി. ബീന സണ്ണി എന്ന പ്രൊഫൈൽ ഇന്നലെ രാവിലെ അദ്ദേഹം ഉണ്ണി ഗോപാലകൃഷ്ണൻ എന്നാക്കിയിരുന്നു. പിന്നാലെ യഥാർത്ഥ ചിത്രവും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ഉണ്ണി ഗോപാലകൃഷ്ണൻ എന്ന പ്രൊഫൈൽ പഴയ ബീന സണ്ണിയാണ്. തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടിരുന്നുവെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആദരാഞ്ജലികൾ, ഉണ്ണി ഗോപാലകൃഷ്ണൻ സഖാവെ എന്നിങ്ങനെ പോകുന്നു. ഇനി മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ബീന സണ്ണി എന്ന സഖാവിന്റെ ഫേക്ക് എന്റെ ഫ്രണ്ട് ആയിരുന്നില്ല, വിയോജിപ്പുണ്ടായിരുന്നു. അതിന് പിന്നാലെ പോയി ചികഞ്ഞപ്പോഴാണ് ഒറിജിനൽ ഐഡി ഫോളോ ചെയ്ത് തുടങ്ങിയത്. ഒരിടത് സൈബർ ഹാൻഡിൽ കൂടി നഷ്ടമാകുന്നു. ഇങ്ങനെ പോകുന്നു സൈബർ പ്രതികരണങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.